സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ USB ഡ്രൈവർ കറക്റ്റായിട്ട് വരണം. അപ്പോൾ USB ഡ്രൈവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ടൈപ്പ് CPU ഇപ്പോൾ ഈ മൊബൈലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പല മൊബൈലുകളിലും പല ടൈപ്പ് CPU ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു CPU ആണ് കോൽക്കോം. പിന്നെ മീഡിയ ടെക് ആണ് ആദ്യം വന്നത്. മീഡിയ ടെക്കിന്റെ CPU ആയിരുന്നു ആദ്യമൊക്കെയുള്ള സമയത്ത് വന്നിരുന്നത്. പിന്നെ സ്പെക്ട്രം, അങ്ങനെ കുറേ CPUs വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഡ്രൈവർ വളരെ വ്യത്യാസമായിരിക്കും. ഒരെണ്ണം ചേരില്ല, വേറെ വേറെ ഡ്രൈവറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മൾട്ടി പാക്ക് ഡ്രൈവർ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ മോഡലിന്റെയും USB ഡ്രൈവേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അഥവാ നമ്മുടെ USB ഡ്രൈവർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആവുകയില്ല. നമ്മൾ ഫോണ് USB കണക്ട് ചെയ്താലും കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആകത്തില്ല. അതിനി FRP ആയിക്കോട്ടെ, അല്ലെ ഫോർമാറ്റിങ്ങോ ഫ്ലാഷിങ്ങോ അല്ലെ IMEI റൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തുള്ളതായാലും ഇത് ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് USB ഡ്രൈവർ കറക്റ്റ് ആക്കുക എന്നുള്ളത്. അഥവാ നമ്മുടെ ലാപ്ടോപ്പ് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഡ്രൈവറും കാണത്തില്ല. അപ്പം എല്ലാ ഡ്രൈവറും നമ്മൾ ആദ്യം തൊട്ടേ ഇൻസ്റ്റാൾ ചെയ്യണം. ഫോർമാറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ തൊട്ട് ഏതെങ്കിലും വൈറസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം സ്ലോ ആവും. അപ്പോൾ നമ്മൾ ആയിട്ട് വിൻഡോ ഇടേണ്ടി വരും. അപ്പോൾ വിൻഡോ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എടുക്കുക, ഡൗൺലോഡ് OMH DRIVER ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഈ വിൻഡോയിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ താഴോട്ട് പോവുക. ഇതാണ് സാധനം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വരുന്ന ഈ പരസ്യത്തിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഈ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കുകയല്ല പോകുന്നത്. ഇതുണ്ട്, ഈ കാണുന്ന സാധനത്തിലൊന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, ആർട്സ് ബൈ ഗൂഗിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ അല്ല നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിനകത്തൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് പോകും. ഇത് ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, കസ്റ്റമൈസ്ഡ് കണ്ടന്റ് ഫീഡ്സ്, ഇതിലൊന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഇതുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് ഡൗൺലോഡ് OMH ഡ്രൈവർ. ഓക്കെ, ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മളിതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെയൊന്നും അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾ താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവർ പാക്കേജ് ഇങ്ങോട്ട് ഇൻസ്റ്റാൾ ആവും. ഇതൊരു 144 MB ഉണ്ട്. 144 MB ഡൗൺലോഡ് ആകണം. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ USB ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ
സോഫ്റ്റ്വെയർ ചെയ്യാനായാലും IMEI ചെയ്യാനായാലും FRP ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് ഓരോ വീഡിയോയിലായിട്ടേ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസും കാണുക, അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം കുറേ അധികം വീഡിയോസ് കാണുക. വീഡിയോസിൽ ഓരോ വീഡിയോസിനകത്ത് ഓരോ ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വീഡിയോസും കണ്ടാലേ എങ്ങനെയാണ് ഓരോ ഫോൺ കണക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഓരോ പ്രോബ്ലം ഫേസ് ആവുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് സോൾവ് ആക്കണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വേണ്ട ഒരു PC ആണ്. ഈ PC തന്നെ നമുക്ക് ഏത് കോൺഫിഗറേഷനിലുള്ളത് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ പുതു വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ പുതു ഏത് കോൺഫിഗറേഷൻ ഉള്ളതാണ് വാങ്ങിക്കേണ്ടത്, അതിന് എത്ര ഹാർഡ് ഡിസ്ക് വേണം, എത്ര റാം വേണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യേണ്ടത്, ഓരോ മോഡലും എങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീഡിയോ ഒന്നും മിസ്സാക്കാതെ കാണുക. അഥവാ നിങ്ങൾക്ക് ഹാർഡ്വെയറിനെ പറ്റിയാണ് കംപ്ലൈൻറ്റ് കൂടുതലുള്ളതെന്ന വരിയിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കമ്പോണൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള വീഡിയോസ് SMD കമ്പോണൻസ് ചെക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ പാക്കേജ് നിങ്ങൾ എപ്പോഴും ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കണം. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആവശ്യം വരാവുന്ന ഒരു മൾട്ടി പാക്കേജാണ് ഇത്. ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രൈവറും ഉണ്ട്. ഇതിനകത്ത് ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. ഒരുപാട് ഡ്രൈവറുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ഫോൾഡർ. പിന്നെ ഈ സാധനം നമുക്കിവിടുന്ന് കട്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാം. ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചെന്നുള്ളൂ. ഓക്കെ, ഈ ന്യൂ ഫോൾഡർ 2-ലുണ്ട്. ഇതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഫയൽ എന്നുള്ളത് ഓക്കെ ആക്കുക. ഇതൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് കാണാൻ പറ്റും, മൾട്ടി പാക്കേജാണ്. ഇത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് സംഭവം. ഇതിനകത്ത് ഒരുപാട് ഡ്രൈവറുണ്ട്. നമുക്ക് ഏത് ഡ്രൈവർ വേണേലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഈ 8 GB ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, യെസ് അടിക്കുക, ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഇതിൽ ഈ എറർ വരുന്നുണ്ട്, അതായത് നമുക്കിവിടെ ഒരു ഡിവൈസും കണക്റ്റ് ആയിട്ടില്ല. ആ ഡിവൈസ് കണക്റ്റ് ആകാത്തതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസ് ഇവിടെ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ഇത് US ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ട് വരുന്നത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് XP ആയിരിക്കും. വിൻഡോസ് 10 അത്ര ഒരു സെറ്റപ്പായിട്ട് കാണുന്നില്ല. XP 7 ആയിരിക്കും നല്ലത്. ഞാനിപ്പോൾ വിൻഡോസ് 7 ആണ് ഇട്ടേക്കുന്നത്. വിൻഡോസ് 10 അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഈ ഇൻസ്റ്റാൾ ആകുന്ന സംഭവങ്ങളൊന്നും ഒരിടത്തിലോ ഡെസ്ക്ടോപ്പിലൊന്നും കാണിക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെസ്ക്ടോപ്പിൽ കാണിക്കുന്ന സംഭവമല്ല. ഇത് നേരെ മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ്, ഡിവൈസ് മാനേജർ അതിനകത്താണ് ഫോൺ കണക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്. ഇത് ഫിനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് എന്ന് കൊടുക്കുക. അങ്ങനെ ഈ കാണുന്നത് എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം ചെയ്യേണ്ടതാണ്. ഒരെണ്ണവും വേണ്ട, എല്ലാം ചെയ്യേണ്ടതാണ്. ഇതാണ് കോൽക്കോൺ ഡ്രൈവർ, നമ്മുടെ 32 ബിറ്റാണ്. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എസ് കൊടുക്കുക. ഇംഗ്ലീഷാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്, ഇംഗ്ലീഷ് കൊടുക്കുക. അപ്പം ഇവിടെ കാണുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ കാണുന്നതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഓരോ ഡ്രൈവേഴ്സാണ്. ഈ ഡ്രൈവർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ, ഇത് ഡു നോട്ട് ഇൻസ്റ്റാൾ അതല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ എനിവേ എന്നാണ് കൊടുക്കേണ്ടത്. അത് 1-2 തവണ കാണിക്കും. എത്ര കാണിച്ചാലും ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. ഫിനിഷ് എന്ന് വരും. ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രൈവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഡ്രൈവർ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടോയെന്ന് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മൈ കമ്പ്യൂട്ടറിൽ പോവുക, അതിൻ്റെ മാനേജ് വരിക. മാനേജ് വന്ന് ഡിവൈസ് മാനേജർ എന്ന് കാണിക്കും. ഡിവൈസ് മാനേജറിൽ നമ്മളൊരു ഫോൺ കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണ് കണക്റ്റ് ആക്കുന്ന പാടെ അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഥവാ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നുള്ള കാര്യവും അവിടെ എഴുതി കാണിക്കും. അപ്പോൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ടില്ലെന്നൊരിയിൽ എന്തോ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞ കളറിൽ പോർട്ട് കാണിക്കും. ആ പോർട്ടിൽ അൺനോൺ ഡിവൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ നമ്മുടെ മൾട്ടി ഡ്രൈവർ പാക്കിലുള്ള ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഫുൾ ഡ്രൈവർ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഡ്രൈവർ ഏറെക്കുറെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊരു മൊബൈൽ ഒന്ന് കണക്റ്റ് ആക്കി നോക്കാം. കണക്റ്റ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഡ്രൈവർ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആകാതെ നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഒരു കാര്യമില്ല, നമ്മുടെ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് കണക്റ്റ് ആകത്തില്ല. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ഈ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഡ്രൈവർ കണക്റ്റ് ആണെന്നൊരിൽ ഡിവൈസ് മാനേജറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പോർട്ടബിൾ ഡിവൈസ് ഗാലക്സി S7 എഡ്ജ്. ഇവിടെ അതിൻ്റെ ഡ്രൈവറും ഓക്കെ ആണെന്നുള്ളത് കാണാൻ സാധിക്കും. അഥവാ ഈ ഡ്രൈവറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊരിൽ ഇവിടെ ഒരു യെല്ലോ കളറ് വന്ന് നിൽക്കും. അതായത് ഈ കമ്പ്യൂട്ടറും നമ്മളുടെ ഡിവൈസുമായിട്ട് കണക്റ്റ് ആകത്തില്ല. അതിൻ്റെ ഡ്രൈവർ എടുത്താൽ മാത്രമേ ഇത് കണക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതിലും ഡൗട്ടുള്ളവർ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.